തണുപ്പ് കാരണം അപ്പോഴും ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തണുപ്പ് അസഹനീയമായപ്പോൾ ഒട്ടകം കരുതി, ഒരു കാര്യം ചെയ്യാം, ശരീരം കൂടി കൂടാരത്തിൻ്റെ അകത്ത് കയറ്റാം. നല്ലവനായ യജമാനൻ തീർച്ചയായും സമ്മതിക്കും. അദ്ദേഹത്തിന് ഉറക്കത്തിൽ നിന്നും ഉണർത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒട്ടകം തൻ്റെ ശരീരവും കൂടി കൂടാരത്തിനുള്ളിലേക്ക് കയറ്റി. കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം കിടക്കാവുന്ന ആ കൂടാരത്തിൽ ഒട്ടകം കൂടിയായപ്പോൾ വ്യാപാരിക്ക് കിടക്കാൻ ഇടമില്ലാതായി. അപ്പോൾ ഒട്ടകം വ്യാപാരിയോട് പറഞ്ഞു, യജമാന, ഈ കൂടാരത്തിനകത്ത് നമുക്ക് 2 പേർക്കും കൂടി കിടക്കാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങ് ദയവായി കൂടാരത്തിൽ നിന്ന് പുറത്തു കടന്നുറങ്ങൂ. ഇത് കേട്ട വ്യാപാരി തൻ്റെ ക്ഷമ മുഴുവൻ നശിച്ചു. അയാൾ ആ ഒട്ടകത്തിനെ ചവിട്ടി കൂടാരത്തിന് പുറത്താക്കി. എന്നിട്ട് കൂടാരം നന്നായി മൂടി സുഖമായി കിടന്നുറങ്ങി. കഥയുടെ ഗുണപാഠം: നമ്മൾ ദയുള്ളവരായിരിക്കുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് ദയ കാട്ടുന്നതിൽ അതിർവരമ്പ് നിശ്ചയിക്കുക എന്നതും. ഇല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ദയ മറ്റുള്ളവർ ദുരുപയോഗം ചെയ്തേക്കാം.